ടോണി ചമ്മണി യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ തെരഞ്ഞെടുപ്പിന് ചൂടേറിയിരിക്കുകയാണ് വൈപ്പിനിൽ. തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കണ്ടുവരാം. യു.ഡി.എഫ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ വൈപ്പിനിൽ ഒരു മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. LDF-നായി എം.ബി. ഷൈനിയും യു.ഡി.എഫിനായി ടോണി ചമ്മണിയും ഒപ്പം തന്നെ NDA-ക്കായി അനിത തോമസും മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ആര് വിജയിക്കുമെന്നാണ് പറയാനുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ആര് ജയിക്കാനാണ് സാധ്യത? ഷൈനി. അതെ, സീറ്റ് നില ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുള്ളൂ. കാരണം അവള് നല്ലൊരു സ്ഥാനാർത്ഥി, സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ജാതി മതഭേദം തന്നെയാണ് അവള് പ്രവർത്തനം കാഴ്ച. കാരണം ഇവിടെയാണ് അതിന്റെ വീട്, ഞങ്ങളുടെ പരിസരത്ത് തന്നെയാണ്. അവൾ DYFയുടെ ആയാലും LDF-ന്റെ നല്ലൊരു കാഴ്ചപ്പാട്, ആരെ മുഖം നോക്കാണ്ട് തന്നെയാണ് അവള് നല്ല രീതിയിൽ കാഴ്ചവെക്കണം എല്ലാ കാര്യവും. അത് നമുക്കറിയില്ലല്ലോ മോനെ, ഇലക്ഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇവിടെ നല്ലതുപോലെ നടത്തുന്ന ടീമിനെ അവർ ചെയ്യുള്ളൂ. സാധ്യത ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും തുല്യ സാധ്യതയുണ്ട്. രണ്ടുപേർക്കും തുല്യ സാധ്യതയുണ്ട്. ഇവിടെ ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാനാർത്ഥിനെ തന്നെ വേണമെന്നായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പൊ അഡ്വക്കേറ്റ് ഷൈൻ. അപ്പൊ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. LDF ജയിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം സത്യസന്ധമായിട്ട് അവരേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, സത്യമാണ്. അവരെ കൊണ്ട് നടക്കുള്ളൂ. കോൺഗ്രസ് തമ്മിൽ ഇടിക്കാനേ നേരമുള്ളൂ. അവരെ നോക്കിയിട്ട് കാര്യമില്ല. അല്ല പിന്നെ BJP കയറി വന്നു, അവര് ഇടതുപക്ഷത്തിൽ തന്നെ വന്നു. LDF-ന് കിട്ടാൻ ചാൻസ് ഇല്ല, കോൺഗ്രസിനെ കിട്ടുള്ളൂ. ഇത്തവണ CPM ജയിക്കാനാണ് സാധ്യത. സീറ്റ് നിലനിർത്തും, പക്ഷേ ജനങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. കാരണം എന്ത് വികസനമാണ് ഇവിടെ ഉള്ളത്? ആകെ ഈ സൈഡിലുള്ള നടപ്പാതയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. നമുക്ക് NDA വന്നോന്നാണ് ആഗ്രഹം. പിന്നെ മണ്ടന്മാരായ ജനങ്ങള് NDA-നെ വരത്തൂലല്ലോ. ജയസാധ്യത LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ ആയിരിക്കുള്ളൂ. UDF-ന്റെ നമ്മുടെ സ്വന്തം മണ്ഡലത്തിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായി. അവരാരെങ്കിലും നിർത്താറുള്ളത് നല്ലത്. നമുക്കിവിടെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ചിറ്റുവാൻ്റെയൊക്കെ കുറെ അതിനുവേണ്ടി ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പുള്ളിയെ പോയി കളക്ട് ചെയ്ത് പുള്ളി ശേഖരിച്ച് ഇവിടെ നല്ല കാര്യങ്ങൾ പുള്ളി ഇവിടെ ചെയ്തിട്ടുണ്ട്, വൈപ്പിൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നല്ലത് ഇവിടുത്തെ ഒരാള് വൈപ്പിനെ അറിയുന്ന ഒരാളെ നിർത്തുന്നത് നല്ലത്. ഇവിടെ ഉറപ്പിച്ചിരിക്കണല്ലേ കോൺഗ്രസ് കൊടുത്തത് നശിപ്പിക്കാൻ കഴിഞ്ഞത്. 100% എം.ബി. ഷൈൻ ജയിച്ചിരിക്കണേ, അതിൽ യാതൊരു തർക്കമില്ല. വൈപ്പിൻ ജനത LDF-നും UDF-നും ഒരേപോലെ സാധ്യത കൽപ്പിക്കുന്നു. ക്യാമറാമാൻ അഫ്സൽ രാജിനോടൊപ്പം ഖിലാഫ് അഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.